നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമുക്ക് ഡിസംബർ 12 വൈക്കത്തഷ്ടമിയാണ്. ഭഗവാൻ പരമശിവൻ്റെ ഭഗവാൻ അന്നദാന പ്രഭുവായി ഭൂമിയിൽ വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സ്വന്തം മകനെ, അതായത് ഉദയനാപുരത്തപ്പനെ കാണുകയും മകനുമായിട്ട് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ദിവസമാണ് വൈക്കത്തഷ്ടമി. തീർച്ചയായിട്ടും ഭൂലോക പ്രസിദ്ധമായ വൈക്കത്തഷ്ടമിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന്റെ വിശിഷ്ടമായൊരു മന്ത്രം ഞാനിവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ കഴിയുന്നത്ര വലിയ കടുത്ത വ്രതമൊന്നും വേണ്ട, നോൺ വെജ് കഴിക്കാതിരിക്കുക. ശിവക്ഷേത്രങ്ങൾ, തൊട്ടടുത്തുള്ള ശിവക്ഷേത്ര ദർശനത്തോടുകൂടി ഭഗവാനെ സ്മരിച്ച് ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് തടസ്സങ്ങളെയും മറികടക്കാൻ കഴിയും. മാത്രമല്ല, സന്താനത്തിന് ജോലി കിട്ടാനും സന്താനങ്ങൾക്ക് ഗുണമുണ്ടാവാനും സന്താനങ്ങളുടെ രോഗ ദുരിത പീഡയ്ക്കും സന്താനങ്ങളുടെ ജീവിതം ഉയരാനും ഈ മന്ത്രം വളരെ ഗുണം ചെയ്യും. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ മന്ത്രം എഴുതിയെടുക്കണം, എന്നിട്ട് വേണം ജപിക്കാൻ. അതായത് ശിവനെപ്പറ്റി പറയുമ്പം പണ്ടുള്ളവർ പറയുന്നൊരു ചൊല്ലുണ്ട്. അതായത് ഔഷധങ്ങളാൽ ശമിച്ചിടാത്ത വ്യാധിയും മാന്ത്രികത്താൽ ഒഴിഞ്ഞിടാത്ത ബാധയും നിൻ തിരു പ്രസാദമൊന്നിനാൽ അകന്നിടുന്നു ചന്ദ്രശേഖര പ്രഭോ എന്നാണ് ഭഗവാനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭഗവാൻ വിചാരിച്ചാൽ സാധിച്ചു തരാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. മാർക്കണ്ഡേയന് ദീർഘായുസ് കൊടുത്ത ഭഗവാൻ നമുക്കും അനുഗ്രഹം തരും. ഞാൻ മന്ത്രത്തിലേക്ക് കിടക്കുന്നു. ഓം നമ ഓം 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 നമ സ്ഥാണുർഭൂതാത്മനെ ജ്യോതിർലിംഗാമൃത ആത്മനെ ഓങ്കാരശക്തി വപുസായ ഹ്രീം ശംഭവേ നമഃ. ഒന്നുകൂടി പറയാം. ഓം 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 നമ സ്ഥാണുർഭൂതാത്മനെ ജ്യോതിർലിംഗാമൃത ആത്മനെ ഓങ്കാരശക്തി വപുസായ ഹ്രീം ശംഭവേ നമഃ. തീർച്ചയായിട്ടും ഈ മന്ത്രം നിങ്ങൾ ഹൃദിസ്ഥമാക്കി ശിവക്ഷേത്രങ്ങളിൽ സ്ഥിരമായി ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. എന്നും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എൻ്റെയും പ്രാർത്ഥന ഉണ്ടാവും. വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഹരേ കൃഷ്ണ. നന്നായി വരും.